ഇവിടെ ഒരു നായക്കുട്ടി ഒരു ലോക്കായ കാറിൽ കിടക്കുന്നു. അത് കണ്ട് അതുവഴി നടന്നുപോയ ഒരമ്മയും മകനും അവിടേക്ക് ഓടി വന്ന് അതിൻ്റെ ചില്ല് തല്ലിപ്പൊളിച്ച് നായയെ പുറത്തെടുക്കുന്നു. അതിനെ വീട്ടിൽ കൊണ്ടുപോയി അതിന് ബോധം വന്നപ്പോൾ ആ നായക്കുട്ടിയെ ആ കുട്ടി ഒരുപാട് സ്നേഹിക്കുന്നു. അങ്ങനെ അവർ അതിനെ സ്വന്തമായി വളർത്താൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അവർ നല്ല അടുപ്പത്തിലായി. അങ്ങനെ ആ നായക്കുട്ടിക്ക് ബെല്ലി എന്ന് ആ കുട്ടി പേര് നൽകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കുട്ടി ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് നായ ഒരു പന്ത് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ആ പന്ത് കളിച്ച് അവർ സന്തോഷിക്കുന്നു. കാലങ്ങൾ കടന്നുപോയി. ആ കുട്ടിക്ക് ത്തിന് വേണ്ടി സിറ്റിയിലേക്ക് പോകേണ്ടി വരുന്നു. അതോടെ നായ ദുഃഖിതനാവുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. എന്നിട്ടും നായ ഭക്ഷണം കഴിക്കാതെ ദുഃഖിതനായി ഒരിടത്ത് കിടക്കുന്നു. അങ്ങനെ ഇരിക്കെ ആ നായയ്ക്ക് ഒരസുഖം ബാധിക്കുന്നു. തീരെ വയ്യാതെ അസുഖം ബാധിച്ച് അതിനെ കാണാൻ ആ കുട്ടി വരുന്നു. ആ കുട്ടി വന്നപ്പോൾ ഡോക്ടർ പറയുന്നു അത് മരണപ്പെടാൻ പോവുകയാണെന്ന്. ഇത് മനസ്സിലായ നായ തൻ്റെ യജമാനൻ്റെ മടിയിൽ തല വെച്ച് മരണപ്പെടുന്നു. അങ്ങനെ കണ്ണടച്ചിട്ട് കണ്ണു തുറന്നപ്പോൾ അത് അതിൻ്റെ 2ാം ജന്മത്തിലെത്തിയിരുന്നു. അതിനെ കണ്ട് 2 പേർ അതിനെ എടുത്തുകൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. വീടിൻ്റെ അകത്ത് താമസിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിനെ പുറത്തിടുന്നു. അവിടെ താമസിക്കാൻ കഴിയാത്തതുകൊണ്ട് നായ അവിടുന്ന് പോകുന്നു. അങ്ങനെ അതൊരു തെരുവ് നായയായി വളരുന്നു. ഒരിക്കൽ അതിന് പരിചയമുള്ള മണമുള്ള ഒരു സ്ഥലം കാണുന്നു. അവൻ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് തൻ്റെ കുട്ടി കൂട്ടുകാരൻ ഇപ്പോൾ വലിയ ഒരു മനുഷ്യനായി തീർന്നു എന്ന്. അങ്ങനെ അവർ ഒരുമിച്ച് കളിക്കുന്നു. ഈ നായയെ കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹം ആ നായയെ വളർത്താൻ വീണ്ടും തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ദുഃഖിച്ചിരുന്നപ്പോൾ നായ ആ പന്ത് എടുത്തുകൊണ്ട് കൊടുത്തു. അത് കണ്ട് അവന് മനസ്സിലായി ഇതവൻ്റെ പഴയ പട്ടിക്കുട്ടിയെ പോലെ തന്നെ ഒന്നാണെന്ന്. അങ്ങനെ അവൻ അതിനെ സ്നേഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു.